ഹലോ കൂട്ടുകാരെ, ഇന്ന് പരിയിലടുക്കിയിലെ മൂന്നാമത്തെ പാർട്ടാണ് പറയാൻ പോകുന്നത്. ചോട്ടി ചോട്ടി ചീസെ യാത് ആത്തി രഹത്തെ. അവന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുകൊണ്ടിരിക്കുന്നു. ഏക്ക് തക്കിയ അവൻ്റെ വീട്ടിലുള്ള സ്ഥലമാണ്. ഏക്ക് ശൗചാലയം അവൻ്റെ വീട്ടിലുള്ള ശൗചാലയം. ഏക്ക് തൂത്ത് ബ്രഷ് അവൻ്റെ തൂത്ത് ബ്രഷ് ബഡി ചീസ് വളരെയധികം സാധനങ്ങൾ അവന് ഓർമ്മ വരുന്നു. മാം ഹമേശ മാം അമ്മ എന്ന് എല്ലായ്പ്പോഴും ഓർമ്മ വരുന്നു. മാം മേ ഹർ രാത്ത് പൂച്ചിത്താത്ത അമ്മ എന്ന് എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. ഓരോ രാത്രിയും വിളിക്കുമായിരുന്നു. തും മുझे കബ് സുലാനെ ജാ രഹി ഹോ. നിങ്ങൾ എപ്പോഴാണ് എന്നെ ഉറക്കാനായിട്ട് വരുവാന്ന്. ഫിർ മേം ഇന്തസാർ കർത്താ രഹത്ത. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങിയെന്ന്. ഡണ്ട തണുപ്പുള്ള രാത്രിയായിരുന്നു. ദക്ക ക്ഷീണമുണ്ടായിരുന്നു. ഭൂഖ് ആശാവാൻ വിശപ്പുണ്ടായിരുന്നു. ആശാവാൻ പ്രതീക്ഷിച്ചിരുന്നു. മാങ്ക ഇന്തസാർ കർത്താ ഹുവ അമ്മയെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഏക്ക് രാത്ത് മാം മേരി പാസ് ആയി. ഒരു രാത്രി എൻ്റെ അമ്മ അടുത്ത് വന്നു. ഏക്ക് സ്വപ്നമേ ഒരു സ്വപ്നത്തിൽ അമ്മ എൻ്റെ അടുത്ത് വന്നു. കോമളമായിട്ട് എന്തോ നിശ്ചയിച്ചതുപോലെയും സ്ഥിരമായിട്ടും ചിന്ത മത് കരോ ചിന്തിക്കാതിരിക്കൂ ഹർമൻ എന്നും പറഞ്ഞ് അമ്മ സ്വപ്നത്തിൽ വന്നു. മാം കി കോമൾ ആവാസ് മേ മുझे സുകൂൻ ദിയ. അമ്മയുടെ ആ കോമളമായ ആവാസത്തിൽ എന്നെ സന്തോഷിപ്പിച്ചു. ശബ്ദത്തിൽ എന്നെ സന്തോഷമുണ്ടായി. ഏക്ക് പരി ആക്കാർ മുझे ബച്ചെങ്കി. ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കുമെന്ന് അമ്മ സ്വപ്നത്തിലൂടെ പറഞ്ഞു. ദോ ദിൻ ബാദ് 2 ദിവസത്തിന് ശേഷം ജഡ് പ്രകട് ഹുയി. 2 ദിവസത്തിന് ശേഷം വഹ് പ്രകട് ഹുയി. അത് പ്രകടമായി. ലടുക്കി പരി ഒരു പെൺകുട്ടിയായ മാലാഖ. പരി ലടുക്കി മാലാഖയായ പെൺകുട്ടി. പ്രകാശവാൻ നല്ല പ്രകാശമുള്ളതായിരുന്നു. ചമക്കദാർ തിളക്കമുണ്ടായിരുന്നു. പരി ലടുക്കി ആ മാലാഖയ്ക്ക് ജോത് ബാണ്ടയ്ക്ക് ദൂസരി തരഫ് തി. അവൾ ആ ബാണ്ട് എന്ന് വെച്ച വേലയുടെ അപ്പുറത്തായിരുന്നു. മേം ഗരീബ് ഗയ. ഞാൻ പ്രതീക്ഷിച്ചു. മേരി പരി ലടുക്കി അസലി തി. എൻ്റെ ആ പരി ലടുക്കി എന്താണ് യഥാർത്ഥത്തിലുള്ളവളായിരുന്നു. അസലി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലായിരുന്നു എന്ന്. അടുത്ത പാരഗ്രാഫ്. ക്യാ തുമേ പാസ് കുച്ച് ഗാന ഹെ. എന്താ നിങ്ങളുടെ അടുത്ത് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു. മേ ഫുസ്ഫുസായ. ഞാൻ പിറുപിറുത്തുകൊണ്ട് ചോദിച്ചു. നിൻ്റെ അടുത്ത് ഭക്ഷണമുണ്ടോയെന്ന്. മേരി പരി ലടുക്കിനെ സിർ ഹിലായ. എൻ്റെ ആ മാലാഖ പെൺകുട്ടി തലയാട്ടിന്ന്. ഹം ദേഖത്തെ രഹെ ഇന്തസാർ കർത്തെ രഹെ. ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇന്തസാർ കർത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ഏക്ക് ഗലത്ത് കഥം ക മതലബ് ക മൗത്. ഒരു തെറ്റായ ഒരു അർത്ഥത്തിൻ്റെ മരണവും. മേരി മൗത്ത് എൻ്റെ മരണവും. ഉസ്കി മൗത്ത് അവളുടെ മരണവും എന്താണ് തെറ്റായ ഇതായിരുന്നു. ജബ് സഹി സമയായ. ഇപ്പോഴേ യഥാർത്ഥ സമയം വന്നു എങ്കിൽ തോ ഉസിനെ ബാണ്ട് കെ പാർ കെ ഏക്ക് സെബ് ദിയ. അവന് ആ ബാണ്ട് എന്ന് വെച്ചാൽ എന്താണ് വേലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സേബ് എന്ന് വെച്ചാൽ എന്താണ് ആപ്പിൾ എറിഞ്ഞു കൊടുത്തു എന്ന്. ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.